ഹലോ, ഞാൻ ജെയ്സൺ ചാക്കോ. ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, കേരള ഗവൺമെൻറ്റിലെ ഒരു അസിസ്റ്റൻ്റ് രജിസ്ട്രാറായി ജോലി ചെയ്യുന്നു. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക അഭിവൃദ്ധിയുടെ വലിയ ഒരു നാഴികക്കല്ലാണ് ആ രാജ്യത്തിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളുടെ അളവെന്ന് പറയുന്നത് എക്സ്പോർട്ട്. അപ്പോൾ എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക വരുമാനത്തിൻ്റെ അഭിവൃദ്ധിക്കും ഉതകുന്ന ആവശ്യമായ ഒരു ഘടകമാണ്. എക്സ്പോർട്ട് വർദ്ധിക്കുന്നതോടുകൂടി ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക ശേഷി വർദ്ധിക്കുകയാണ്. അതുപോലെ തന്നെ ആ എക്സ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയുടെയും. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ എക്സ്പോർട്ടിന് കാലാകാലങ്ങളിൽ വലിയ ഊന്നൽ കൊടുക്കുകയും എക്സ്പോർട്ട് ചെയ്യുന്ന എക്സ്പോർട്ടേഴ്സിന് ആനുകൂല്യങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നാട്ടിൽ ചിലവാകാത്ത ഒരു സാധനം വിദേശത്തെ കൊണ്ട് കൊടുക്കാൻ സാധിക്കില്ല. എക്സ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിദേശത്തെ നിലവാരം എപ്പോഴും ഇവിടെ നാട്ടിലേക്കാളും കൂടുതലായിരിക്കും ഭൂരിഭാഗം വികസിത രാജ്യങ്ങളിലും. എന്നാൽ അവികസിത രാജ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ ജനറലായിട്ട് പറഞ്ഞാൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നല്ല ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഉണ്ടായിരിക്കുകയും ആ പ്രോഡക്റ്റ് വിദേശത്ത് ആർക്കെങ്കിലും നിങ്ങൾക്ക് വിറ്റഴിക്കുവാനായിട്ടൊരു കരാറുണ്ടാക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റ് ഉണ്ടാക്കി അതും വിദേശത്ത് വിറ്റഴിക്കാനായിട്ടൊരു ധാരണ നിങ്ങളുണ്ടാക്കണം. അത് നിങ്ങളുടെ ചുമതലയാണ്. അതിനായിട്ട് എക്സിബിഷൻസും മറ്റും ഗവൺമെൻറ്റുകളും മറ്റ് ഏജൻസികളും സംഘടിപ്പിക്കുന്നുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ. അപ്പോൾ നിങ്ങളുടെ ഉൽപ്പന്നവുമായി അവിടെ പോയി നിങ്ങൾക്ക് ഓർഡർ എടുക്കുവാൻ സാധിക്കും. അതിന് വലിയ സാധ്യതയുള്ള അനേകവും എക്സ്പോർട്ട് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുണ്ട്. അതിലേറ്റവും സിമ്പിളായിട്ട് എന്നാൽ ഏറ്റവും സാധ്യതയുള്ളതുമായ ചില ഐറ്റമാണ് ഹാൻഡിക്രാഫ്റ്റ്സ് പോലെയുള്ള ഐറ്റംസ്. ഭക്ഷണ പദാർത്ഥങ്ങൾ പോലെയുള്ള സാധനങ്ങളാണെങ്കിൽ അന്താരാഷ്ട്ര നിലവാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നിലവാരത്തെക്കാളും വളരെ ഉയർന്നതാണ്. അതുകൊണ്ട് അതുപോലെ ക്വാളിറ്റി ഉള്ളതും അതുപോലെ മറ്റ് കീടനാശിനികളോ മറ്റ് വിഷാംശമോ ഇല്ലെന്നുള്ളത് അന്താരാഷ്ട്ര നിലവാരത്തിൽ പരിശോധിച്ച് തെളിഞ്ഞതായിരിക്കണം. നമ്മൾ ഇവിടെ വെച്ച് തന്നെ അത് ടെസ്റ്റ് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് വേണം കയറ്റി അയക്കുവാൻ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കയറ്റി അയക്കുന്ന ഒരു ഭക്ഷ്യവസ്തു അതിനകത്ത് എന്തെങ്കിലും വിഷാംശമുണ്ടെന്നോ മാലിന്യമുണ്ടെന്നോ കണ്ടെത്തി അത് റിജക്റ്റ് ചെയ്യുകയും തിരിച്ചയക്കുകയും നമ്മുടെ പണം പോവും എന്ന് മാത്രമല്ല, മേലിൽ നമുക്ക് അങ്ങോട്ട് ആ രാജ്യത്തേക്ക് ഒരു എക്സ്പോർട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വേണ്ട രീതിയിൽ ജാഗ്രതയോടും കരുതലോടും ഒരുക്കത്തോടും ചെയ്തില്ലെങ്കിൽ വലിയ നഷ്ടവും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് എക്സ്പോർട്ട് ചെയ്യുവാനായിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു നടപടിയിലാണ് എക്സ്പോർട്ടിനുള്ളത്. എക്സ്പോർട്ട് ചെയ്യാനായിട്ട് എന്താണ് വേണ്ടത്? നേരത്തെ എൻ്റെ 1-2 ക്ലാസ്സുകളിൽ എക്സ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു അപ്ഡേഷനാണ് ഈ ക്ലാസ്. എക്സ്പോർട്ട് ചെയ്യുവാൻ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് IEC ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് ഉണ്ടായാൽ മതി. ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ്. അപ്പം നിങ്ങൾക്ക് ഒരു ഉൽപ്പന്നം വിദേശത്ത് നിങ്ങൾ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് വേണ്ട നിയമപരമായ കാര്യമാണ് ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ്. അത് നിങ്ങൾ എടുക്കുവാനായിട്ട് ജോയിൻറ്റ് ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് എന്ന് പറയുന്ന ഓഫീസ് കൊച്ചിയിൽ കാക്കനാടുണ്ട്. എന്നാൽ നിങ്ങൾ ഈ ഓഫീസിൽ പോകണ്ട. ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് എടുക്കുവാനായിട്ട് നിങ്ങൾക്ക് ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡിൻ്റെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡിൻ്റെ സൈറ്റുണ്ട്. ആ സൈറ്റിൻ്റെ അഡ്രസ്സ് ഇതാണ് dgft.gov.in. ഈ സൈറ്റിൽ ഓൺലൈൻ IEC എന്നാണ് ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ്. ഓൺലൈൻ IEC ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുത്താൽ നിങ്ങളുടെ പാൻ നമ്പർ നിങ്ങൾക്കുണ്ടായിരിക്കണം, ഒരു മൊബൈൽ നമ്പരും ഒരു ഇമെയിൽ IDയും പ്രവർത്തിക്കുന്നത് ഇത് 3 ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവരിൽ ഈ പാൻ നമ്പരും ഈ മൊബൈലും ഇമെയിലും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫോം പൂരിപ്പിക്കാവുന്നതാണ്. അതിനകത്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ട രേഖകൾ നിങ്ങളുടെ അഡ്രസ് പ്രൂഫ് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ അഡ്രസ്സ് പ്രൂഫിൻ്റെ ഒരു സ്കാൻഡ് കോപ്പി
ഉണ്ടായിരിക്കണം. PDF-ലോ GIF ഫോർമാറ്റിലോ ഉണ്ടായിരിക്കണം. ഏറ്റവും മിനിമമായ കാര്യം അറിയുന്നത്, ഒരു പ്രൊപ്രൈറ്ററി സ്ഥാപനമാണെങ്കിൽ അത് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ആ ബാങ്ക് അക്കൗണ്ട് പ്രൊപ്രൈറ്ററി ആണെങ്കിൽ ഒരു സേവിങ്സ് അക്കൗണ്ട് ആയാലും തുടങ്ങാം. എന്നാൽ ഒരു കറണ്ട് അക്കൗണ്ട്, ബിസിനസ്സിൻ്റെ പേരിലുള്ള അക്കൗണ്ട് ഉണ്ടെങ്കിൽ നല്ലത്. ഇല്ലെങ്കിലും പ്രൊപ്രൈറ്ററി സ്ഥാപനങ്ങൾക്ക് ആ അക്കൗണ്ട് എടുക്കാം. എന്നാൽ ആ അക്കൗണ്ടിൽ നിന്ന്, സേവിങ്സ് ആണെങ്കിലും ആ അക്കൗണ്ടിൽ നിന്ന് ഒരു ചെക്ക് ക്യാൻസൽ ചെയ്ത് ഒരു ചെക്കിൻ്റെ ഒരു സ്കാൻഡ് കോപ്പി ഉണ്ടായിരിക്കണം. ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു ക്യാൻസൽഡ് ചെക്ക് എൻ്റെ സ്കാൻഡ് കോപ്പി വേണം. പിന്നെ ഇതിൻ്റെ ഫീസ് 500 രൂപ ഓൺലൈനായിട്ട് അടയ്ക്കണം. അപ്പോൾ നിങ്ങൾക്ക് പാൻ നമ്പർ, മൊബൈൽ ഫോണ്, ഇമെയിൽ ID നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട. പിന്നെ മറ്റ് പാർട്ട്ണർഷിപ്പ് ഫേമോ കമ്പനിയൊക്കെയാണ് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ എല്ലാം സ്കാൻഡ് കോപ്പി ഉണ്ടായിരിക്കണം. പിന്നെ ഈ ഫീസ് അടയ്ക്കണം. അപ്പോൾ ഇത് അടച്ചാൽ 1 മണിക്കൂറിനകം നിങ്ങൾക്ക് ഈ നമ്പർ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയ്ക്ക് നിങ്ങളുടെ കൊടുക്കേണ്ട രേഖകൾ കൊടുത്തു കഴിഞ്ഞാൽ, ഓൺലൈനായിട്ട് കൊടുത്താൽ എവിടെ ഇരുന്ന് വേണമെങ്കിലും കൊടുക്കാം. 1 മണിക്കൂറിനകം നിങ്ങൾക്ക് ആ നമ്പർ, ISC കോഡ് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ISC എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓർഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാം. എന്നാൽ നിങ്ങൾ ISC എടുക്കുന്നത് നിങ്ങൾക്ക് ഒരു നല്ല എക്സ്പോർട്ടർ ആണെങ്കിൽ നിങ്ങൾ മറ്റൊന്നുകൂടെ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഒരു എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഒന്ന് രജിസ്റ്റർ ചെയ്യുന്നത് നിങ്ങൾക്ക് ആവശ്യമാണ്. കാരണം നിങ്ങൾക്ക് വേണ്ട വിദേശത്തുള്ള എക്സിബിഷൻസിനെ കുറിച്ചും മറ്റ് എല്ലാ പ്രോഗ്രാംസിനെ കുറിച്ചുമുള്ള എക്സ്പോർട്ട് സംബന്ധിച്ച അറിവുകൾ നിങ്ങൾക്ക്, അതിനെക്കുറിച്ചുള്ള സർക്കുലറുകൾ നിങ്ങൾക്ക് ഈ സ്ഥാപനം, ഈ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ നിങ്ങൾക്ക് അയച്ചു തരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അനേക എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലുകളുണ്ട്. ഓരോന്നിനും, ഇപ്പോൾ കയറിനാണെങ്കിൽ കയർ ബോർഡ് അതിൻ്റെ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലാണ്. സ്പൈസസ് ബോർഡ്, അതുപോലെ വ്യത്യസ്തങ്ങളായ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽസ് ഉണ്ട്. എന്നാൽ നിങ്ങൾക്കൊരു ഒരു പ്രത്യേക ഒരു ഇനത്തിന് വേണ്ടിയല്ല, പൊതുവായി ഏതിനും രജിസ്റ്റർ ചെയ്യാവുന്ന ഒരു എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലുണ്ട്. അതിൻ്റെ ആസ്ഥാനം കൊച്ചിയിലാണ്, കൊച്ചിയിൽ ഐലൻഡിലാണ്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻ എന്നാണ് അതിൻ്റെ പേര്. ഏത് എക്സ്പോർട്ട് സാധനമാണെങ്കിലും നിങ്ങൾക്ക് ഈ പ്രൊമോഷൻ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യാം. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻ, FIO, വെല്ലിംഗ്ടൺ ഐലൻഡിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ രജിസ്റ്റർ ചെയ്യുവാനായിട്ട്, എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഫീസ് ആദ്യത്തെ വർഷം 8555 രൂപയാണ്. തുടർന്നുള്ള വർഷങ്ങൾ 7375 രൂപയും എന്നാണ് അവിടുന്ന് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ എക്സ്പോർട്ട് ISC കോഡും എടുത്ത് വിദേശത്ത് ഓർഡറും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സാധനം എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ട ഹെൽപ്പുകൾ കിട്ടുന്നതിന് വേണ്ടി എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ രജിസ്റ്റർ ചെയ്യാം. പിന്നെ ഗവൺമെൻറ്റിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ട ചില ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. അത് കിട്ടണമെങ്കിലും എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഈ എക്സ്പോർട്ടിനെ സംബന്ധിച്ചും ഒരു 2 ദിവസത്തെ ക്ലാസ് വയ്ക്കണമെന്ന് ആലോചിക്കുന്നുണ്ട്. ഈ ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡിൻ്റെയും മറ്റു സഹകരണത്തോടു കൂടി ഒരു 2 ദിവസം, അതിൽ 1 ദിവസം പൂർണ്ണമായ എക്സ്പോർട്ടിൻ്റെ ക്ലാസ്സുകളായിരിക്കും. അതിന് മുൻപത്തെ ദിവസം, ഈ മാസം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, അതിന് മുമ്പത്തെ ദിവസം എക്സ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ളതും അല്ലാത്തതുമായ, ഇവിടെ നാട്ടിൽ വയ്ക്കാൻ കഴിയുന്നതുമായ ഒരു വ്യവസായത്തെ സംബന്ധിച്ച്, വ്യവസായ ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചുള്ള പ്രധാനമായിട്ടും ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങളും മറ്റും അവരുടെ ക്ലാസ്സുകളും വ്യവസായത്തിന് വേണ്ട അത്യാവശ്യ വിവരങ്ങളും നൽകുന്നതിന് വേണ്ടി ആദ്യത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും എക്സ്പോർട്ടിനെ സംബന്ധിച്ച് ഒരു ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ക്ലാസ് ഒരു നല്ല നിലയിൽ ഒരു ഹോട്ടലിൽ വെച്ചാണ് ആ ക്ലാസ്. ട്രെയിനിങ് സമയത്ത് രാവിലെ 9 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഉദ്ദേശിക്കുന്നത്. ട്രെയിനിങ് സമയത്ത് നല്ല ഭക്ഷണവും ഉണ്ടായിരിക്കും.
അപ്പോൾ ആ ഹോട്ടലിൻ്റെ നല്ല നിലയിലുള്ളൊരു ഹോട്ടലായിരിക്കും. അതിൻ്റെ റെൻറ്റ്, അതിൻ്റെ ഫുഡിൻ്റെ ഒക്കെ എക്സ്പെൻസുകൾ പങ്കെടുക്കുന്ന, അതുപോലെ ഈ പ്രോഗ്രാം നടത്തുന്നതിൻ്റെ ചിലവുകൾ പങ്കെടുക്കുന്നവർ വഹിക്കേണ്ടതാണ്. അങ്ങനെ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അങ്ങനെയാണെങ്കിൽ ആവശ്യത്തിന് ആളുകൾ അതിനകത്ത് പങ്കെടുക്കുവാനായിട്ടുണ്ടെങ്കിൽ ആ പ്രോഗ്രാം നടത്തുന്നതിനുമായി നീക്കം നടത്തുന്നതായിരിക്കും എന്നറിയിക്കുന്നു. ഈ വീഡിയോ കണ്ടതിന് നന്ദി. അതുപോലെ ഇതിലെ വീഡിയോകളെല്ലാം കാണുക. അത് നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരു നല്ല സംരംഭകനോ നല്ലൊരു എക്സ്പോർട്ടറോ ഒക്കെ ആയി നിങ്ങളുടെ സാമ്പത്തിക നില വർദ്ധിപ്പിച്ച് നിങ്ങൾക്ക് വരുമാനമുള്ള ഒരു സമൂഹത്തിൽ നല്ലൊരു നിലയിലേക്ക് ഉയർന്നു വരുവാനുള്ള വിവരങ്ങൾ, അതുപോലെ വ്യക്തിപരമായും ആരോഗ്യപരമായും നിങ്ങൾ സാമ്പത്തികമായി ഉയർച്ച പ്രാപിക്കാനുള്ള വിവരങ്ങളാണ് ഇതിൽ നൽകുന്നത്. ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോകൾ കാണുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നത് ഉചിതമായിരിക്കും. താങ്ക് യു.